ശ്രീ ജിജി ജോസഫ്, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ CBCI ആസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം മാർപ്പാപ്പയെ കണ്ടതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുമുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി CBCI ആസ്ഥാനത്ത് പോകുന്നു, കെ സുരേന്ദ്രൻ താമരശ്ശേരി ബിഷപ്പ് ഹൗസിൽ പോകുന്നു. അതേ സമയത്ത് തന്നെ BJPയെ പോലെ തന്നെ ഒരു പരിവാർ സംഘടനയായ VHP ക്രിസ്മസ് ആഘോഷം നടത്തുന്ന ഇടത്തേക്ക് കടന്ന് എന്ന് ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയുന്നു. ഈ ഇരട്ടത്താപ്പ് എങ്ങനെ മുന്നോട്ട് പോകും? അല്ല, അത് ഇരട്ടത്താപ്പ് ആണെന്ന് നിങ്ങൾ പറയുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യം. ഇത് ഞങ്ങളുമായിട്ട് വലിയ ബന്ധമുള്ള ഞങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകളില്ല, കുറേ കാലം മുമ്പ് പാർട്ടിയിൽ നിന്ന് പോയ ആളുകളാണ് എന്ന് സംസ്ഥാന പ്രസിഡന്റ് ഇതിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഈ അടുത്തിടെ പാർട്ടിയിൽ നിന്നും പോയ ആളുകളുമായി ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഇത് അന്വേഷിക്കണം എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച്. അല്ല, VHPയുടെ സംസ്ഥാന നേതൃത്വം അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. VHP ഒരു സംഘപരിവാർ സംഘടനയാണ്. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്ന MS ഗോൾവാൾക്കറും ചിന്മയാനന്ദ സ്വാമിയും ചേർന്ന് തുടങ്ങിയ സംഘടനയാണ് VHP, വിശ്വ ഹിന്ദു പരിഷത്ത്. ഇപ്പോഴും അത് പരിവാർ സംഘടനയാണ്. ആ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിലിരിക്കുന്ന ജില്ലാ സെക്രട്ടറി വടക്കുംതറ K അനിൽകുമാർ, ബജ്രംഗ് ദളിന്റെ ജില്ലാ സംയോജകൻ V സുശാസൻ, അതായത് ബജ്രംഗ് ദളിന്റെയും അതുപോലെ തന്നെ VHPയുടെയും പാലക്കാട് നേതൃത്വത്തെ നയിക്കുന്ന രണ്ടുപേരാണ് സ്കൂളിൽ, കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് ക്രിസ്മസ് ആഘോഷം അലങ്കോലമാക്കിയത്. അവര് വേറെ ഏത് പാർട്ടിക്കാരാണ്? അല്ല, അത് പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഞങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ് അവർ. ഒരു കാലത്ത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. പിന്നെ VHPയുടെ പേര് വലിച്ചഴിച്ചതിലോ അല്ലെങ്കിൽ VHPയുടെ ഈ ആളുകൾ തന്നെയാണോ അതിൻ്റെ അകത്ത് വന്നതോ എന്നൊക്കെ അവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകാം. അതുകൊണ്ട് അവരത് നിയമപരമായി നോക്കുമെന്നോ അല്ലെങ്കിൽ കേസ് വരട്ടെ എന്നോ അല്ലെങ്കിൽ അല്ല, അത് തന്നെ പറയുന്നത്. VHP ഇതിൻ്റെ അകത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഇവിടുത്തെ സാധാരണ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് അവരുടെ ആഘോഷങ്ങൾക്കും എതിരല്ല. എല്ലാവരും ആഘോഷങ്ങൾ നടത്തട്ടെ, എല്ലാ ആഘോഷങ്ങളും നടത്തട്ടെ. ആ ആഘോഷമാണ് നമുക്ക് മുന്നോട്ട് നമ്മളെ പുതിയ തലമുറയാണ് കൂടി ഈ പരമ്പരാഗതമായ ആഘോഷങ്ങളും അല്ലാത്ത ആഘോഷങ്ങളും ഒക്കെ ആഘോഷിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ആഘോഷത്തിനെതിരല്ല എന്ന് പറയുന്നു. BJPയുടെ മുൻ മണ്ഡലം സെക്രട്ടറിയും OBC മോർച്ചയുടെ മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാണ് ഈ രണ്ടുപേർ. ഓക്കെ, അവര് മുൻപ് ആണ് BJPയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്നത് എന്നുള്ളതാണ് വാദമെങ്കിൽ മുൻ പറയുമ്പോൾ അതിന് പ്രശ്നമുണ്ടല്ലോ. പാലക്കാട് വിശ്വ ഹിന്ദു പരിഷത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജി തമ്പി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ ആളുകളെ തള്ളി പറയുന്നില്ല, അവർ ഞങ്ങളുടെ ആളുകളല്ലെന്ന് പറയുന്നില്ല. VHPയുടെ ജില്ലാ സെക്രട്ടറിയും VHPയുടെ യുവജന സംഘടനയായ ബജ്രംഗ് ദളിന്റെ ജില്ലാ സംയോജകനുമാണ്. പാലക്കാട് UP സ്കൂളിൽ, കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അവർ ആ കുട്ടികൾ ഈ ചുവപ്പും വെള്ളയും ഡ്രസ്സിട്ട് സാന്താക്ലോസിന് തൊപ്പി വെച്ചതിന് അവിടെ ചെന്ന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയത്. ഇത്രയും ചെറിയ കുട്ടികളോടാണോ ഇതൊക്കെ കാണിക്കേണ്ടത് എന്ന പ്രശ്നം കൂടിയുണ്ട് അതിനകത്ത്. അതെങ്ങനെയാണ് വേറെ ആരോ ആയിപ്പോകുന്നത്? അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ. അറസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾ ഒരു ആശങ്കയും പ്രകടിപ്പിച്ചിട്ടില്ല. ഇത് ശരിയല്ല എന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതിനെ ന്യായീകരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന് അറിയണം, കണ്ടുപിടിക്കണം, അന്വേഷണം നടത്തണം, അവരെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞു, ഞങ്ങളുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ മധു ലോഹയിട്ട ഭീകരർ എന്ന് പറഞ്ഞതിൻ്റെ 24 മണിക്കൂറിനകം ഒരാളുടെയും മറ്റ് പ്രതിഷേധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. അയാളാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. കോൺഗ്രസ് 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ VHPയുടെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം താങ്കൾ പറയുന്നത് ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതല്ലേ? വിശ്വ ഹിന്ദു പരിഷത്ത് 23/12/24 ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ ഈ കാര്യത്തെ ന്യായീകരിക്കുന്നുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷത്തിന്റെ ഭാഗമായി ഒരേ വേഷത്തിൽ പാട്ടും നൃത്തവുമായി കുട്ടികളെ ഘോഷയാത്രയായി സ്കൂളിന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ബജ്രംഗ് ദൾ ജില്ലാ സംയോജക സുശാസനും ഖണ്ഡ് പ്രസിഡന്റ് വേലായുധനും അവിടെ എത്തി. ഗവൺമെന്റിന്റെ സ്കൂളുകളിൽ ഇത്തരത്തിൽ മതപരമായ ചടങ്ങ് സംഘടിപ്പിക്കാൻ സർക്കാർ അനുവാദം തന്നിട്ടുണ്ടോ? ശ്രീകൃഷ്ണ ജയന്തിയും നബിദിന പരിപാടിയും നിങ്ങൾ ഇത്തരത്തിൽ സംഘടിപ്പിക്കുമോ എന്ന് ചോദിച്ചു. തുടർന്നാണ് അവിടെ അധ്യാപകർ എന്നാൽ ഞങ്ങൾ
അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല, ഞങ്ങൾ ഇത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അവരുമായി വാക്കേറ്റം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആളുകളാണ് ഇത് എന്ന് ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉണ്ട്, സകലതും അവിടെ ഇരിക്കെ ഇപ്പം ഞങ്ങളല്ല എന്ന് പറയുന്നതിൽ കാര്യം എന്താണ് ശ്രീ ജിജി ജോസഫ്? അല്ല, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിലിരിക്കുന്ന സമയത്ത് ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ പ്രധാനമന്ത്രി ക്രിസ്മസ് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ താമരശ്ശേരി ബിഷപ്പിനെ കാണുകയാണ്. ഞങ്ങളെല്ലാവരും ക്രൈസ്തവ സഭയുമായി ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ സംഭവങ്ങൾ, ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഞങ്ങൾ കൃത്യമായി അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇവർക്കെതിരെ നിയമ നടപടിയെടുക്കണം. അതുമാത്രമല്ല, ഈ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു സ്ക്രോൾ കണ്ടതാണ്, മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു. ഈ അടുത്തിടെ പാർട്ടിയിൽ പോയവരുമായി ഇതിൽ ബന്ധമുണ്ടെന്ന് VHP തന്നെ ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുമായി BJPയുമായി യാതൊരു ബന്ധവുമുള്ള ആളുകളല്ല. നേരത്തെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരും നടപടിയെടുത്ത് മാറ്റി നിർത്തിയവരും സമൂഹത്തിലുണ്ടാക്കുന്ന കൊള്ളരുതായ്മകൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ VHP അങ്ങനെ പറയുന്നില്ല. ഞാൻ അത് ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുമല്ലോ.